നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ വേദവ്യാസനാൽ വിരചിതമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ ധ്യാനയോഗം എന്ന 6-ാമത്തെ അധ്യായത്തിലെ 31-ാമത്തെ ശ്ലോകം. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവധാ വർത്തമാനോപി സയോഗി മയി വർത്തതേ. ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. സർവഭൂതസ്ഥിതം യഹ മാം ഭജതി ഏകത്വം ആസ്ഥിതഃ സർവധാ വർത്തമാനഃ അപി സഹ യോഗി മയി വർത്തതേ. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. യഹ ഏകത്വം ആസ്ഥിതഃ സർവഭൂതസ്ഥിതം മാം ഭജതി സഹ യോഗി സർവധാ വർത്തമാനഃ അപി മൈ വർത്തതേ. യാതൊരുവനാണോ മനോബുദ്ധികളെ ഏകീകരിച്ച് തൻ്റെ വ്യക്തിത്വത്തെ പരമാത്മാവിൽ ലയിപ്പിച്ച് ജീവാത്മാ പരമാത്മാക്കൾ ഏകമാണ് എന്ന ബുദ്ധിയോടുകൂടി ഭാവനയോടുകൂടി സ്ഥിതി ചെയ്യുന്നത്, അപ്രകാരം സ്ഥിതി ചെയ്തുകൊണ്ട് സർവാന്തര്യാമിയായ എന്നെ ഭജിക്കുന്നത്, ആ യോഗി എങ്ങനെ ജീവിച്ചാലും പരമാത്മാവായ എന്നിൽ തന്നെയാണ് വർത്തിക്കുന്നതെന്ന് ശ്ലോകത്തിൻ്റെ ആശയം. നമസ്തേ.